പ്രിയ കുട്ടികളെ, 10ാം ക്ലാസ് ഫിസിക്സിലെ 5ാമത്തെ അധ്യായം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നതിനകത്തെ ലെൻസ് എന്ന ഭാഗമാണ് നമ്മളിന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. ലെൻസുകളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്ലീസ് വാച്ച് ദ class in a full screen mode. It is more beneficial to you. All of you have most welcome to our class. Then first topic, lens. A lens is a transparent medium having spherical surfaces. A lens is a transparent medium having spherical surfaces. ട്രാൻസ്പെറൻറ്റ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തെ കടത്തിവിടുന്നതാണ്. സ്പെറിക്കൽ സർഫസ് ആണ്. ലെൻസ് ഹാവ് ടു ടൈപ്സ്, കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഫസ്റ്റ് ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിനകത്ത് പ്രകാശം ലൈറ്റ് റേസ് വരുന്ന എന്ത് ചെയ്യുകയാണ്, കൺവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പിക്ചറിൽ കാണുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിനകത്ത് പ്രകാശങ്ങൾ ഡൈവേർജ് ചെയ്തു പോവുകയാണ്. പക്ഷേ അത് എന്താണ്, നമുക്ക് ഇറ്റ് ഈസ് സീംസ് ടു അപ്പിയർ ടു എ പർട്ടിക്കുലർ പോയിൻ്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് അത് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് എന്തെന്നുള്ളത്, കോൺകേവ് ലെൻസ്, അതിൻ്റെ ഫോക്കസ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് അറിയാം, പ്രിൻസിപ്പൽ ആക്സിസ്, നടുക്കോടെ പോകുന്ന റേ ആണ് പ്രിൻസിപ്പൽ ആക്സിസ്. അതുമാത്രം ഒരു ഗ്ലാസ് ലാബിൽ കൂടിയാണ് പോകുന്നത്. ഗ്ലാസ് ലാബിൽ കൂടി പോകുന്ന പ്രകാശം ത്തിന് വ്യതിയാനം സംഭവിക്കുന്നില്ല, ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. മറ്റെല്ലാം ഒരു പ്രിസം പോലെയാണ് ഇരിക്കുന്നത്. മറ്റ് സൈഡുകളിലേക്കെല്ലാം വരുമ്പോൾ പ്രിസം പോലെയാണ്. പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നു. അതാണ് പ്രിസത്തിൽ കൂടി കടന്നു പോകുന്നതിന് ഡീവിയേഷൻ സംഭവിക്കുന്നു, പ്രിൻസിപ്പൽ ആക്സിസിന് ഡീവിയേഷൻ സംഭവിക്കാത്തതും. ടേംസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലെൻസ്. ഒപ്റ്റിക് സെൻറ്റർ. ഒപ്റ്റിക് സെൻറ്റർ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ലെൻസ്. ഒരു ലെൻസിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. ഇപ്പം കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ലെൻസിൻ്റെ നടുക്കുള്ള ഭാഗമാണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. പി എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. സെൻറ്റർ ഓഫ് കർവേച്ചർ. എ ലെൻസ് ഹാസ് ടു സ്പെറിക്കൽ സ്പിയേഴ്സ് ആസ് പാർട്ട് ഓഫ് ദി ലെൻസ്. സെൻറ്റർ ഓഫ് കർവേച്ചർ സി ഈസ് ദ സെൻറ്റർ ഓഫ് ദി ഇമാജിനറി സ്പിയർ ഓഫ് വിച്ച് ദ സൈഡ്സ് ഓഫ് ദി ലെൻസ് ആർ പാർട്സ്. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിനറി സ്പിയർ ആണ്. അതായത് ലെൻസിൻ്റെ ഭാഗമായിട്ട് വരാവുന്ന ഒരു ഇമാജിനറി സ്പിയറിൻ്റെ ഒരു ഭാഗമാണ് ലെൻസിൻ്റെ. രണ്ട് സ്പിയേഴ്സിൻ്റെ ഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ലെൻസ് എന്ന് പറയുന്നത്. അടുത്ത പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് ഈസ് ദ ഇമാജിനറി ലൈൻ that passes through the optic center joining the two centers of the curvature. സെൻറ്റർ ഓഫ് കർവേച്ചറുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒപ്റ്റിക് സെൻറ്റർ ആണിത്. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജസ് ടു എ പോയിൻ്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ദിസ് പോയിൻ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടും ക്ലോസ് ആയിട്ടും വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം എന്ത് ചെയ്യുന്നു, കൺവേർജസ് ടു എ പോയിൻ്റ്, ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നു. ടു എ പോയിൻ്റ് എവിടെ, ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നു. ഓഫ് എ കോൺവെക്സ് ലെൻസ്, ഒരു കോൺവെക്സ് ലെൻസിൻ്റെ. ദിസ് പോയിന്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് റിയൽ. അത് റിയലാണ്, കൃത്യമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഒരു സ്ക്രീനിൽ. സിൻസ് ദ ലൈറ്റ് റേസ് കൺവേർജ് അറ്റ് എ പോയിന്റ്, ദിസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ എഫ്. എഫ് എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ എഫ് ഉപയോഗിച്ചാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എപ്പോഴും സൂചിപ്പിക്കുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഡൈവേർജ് ഫ്രം വൺ അനദർ ആഫ്റ്റർ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷന് ശേഷം ഡൈവേർജ് ചെയ്തു പോകുന്നതാണ്, പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും ഡൈവേർജ് ചെയ്തു പോകുന്നതാണ് കോൺകേവ് ലെൻസിൻ്റേത്. These rays appear to originate from a point on the same side.
സെയിം സൈഡ് വരുന്ന റേസ് വരുന്ന ആ സെയിം സൈഡിൽ തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഇത് അപ്പിയർ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ദിസ് പോയിന്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. ആ പോയിൻ്റാണ് ഒരു കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രൊഡ്യൂസ് റിയൽ കൺവേർജൻസ് ഓഫ് ലൈറ്റ് യൂസിങ് എ കോൺകേവ് ലെൻസ്. ഒരു റിയൽ ആയിട്ടുള്ള ഇമേജ് അവിടെ കിട്ടാനായിട്ടുള്ളത് പറ്റത്തില്ല. Therefore, the principal focus of a concave lens is virtual. Principal focus of a concave ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് വെർച്വൽ ആണ്. ഫോക്കൽ ലെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫോക്കൽ ലെന്ത് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസും ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്നുള്ള അറിയാമല്ലോ. അപ്പം ലെൻസിൻ്റെ മിഡ് പോയിൻറ്റും ഒപ്റ്റിക് സെൻറ്ററും ഫോക്കസും തമ്മിലുള്ള ദൂരമാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ദിസ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ എഫ്. സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് പ്രിൻസിപ്പൽ ലെന്ത് കാണിക്കുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് കാണിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എഫ് കൊണ്ടാണെന്നുള്ളത് മാറിപ്പോകാതെ ഓർക്കണം. റൂൾസ് ഓർ ഡ്രോയിങ് റേ ഡയഗ്രംസ് ഇൻ ലെൻസസ്. റൂൾ 1. When a ray of light passes through the optic center of a thin lens, it does not undergo deviation. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈറ്റ് റേയ്ക്ക് ഡീവിയേഷൻ ഒന്നും സംഭവിക്കാതെ അതേ പാത്തിൽ തന്നെ അത് തിരിച്ചു പോകുന്നു. റൂൾ 2 എന്ന് പറയുന്നത് എ റേ ഓഫ് ലൈറ്റ് ഫോളിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് പാസസ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു ലൈറ്റ് റേ കോൺവെക്സ് ലെൻസിൽ കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. കോൺകേവ് ലെൻസിൻ്റെ കേസിലാണെങ്കിലോ എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് ലെൻസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു ഇൻസിഡൻറ്റ് റേ appears to diverge from the focus on the same side of the lens. ഡൈവേർജ് ചെയ്ത് വരുന്നതായിട്ട് പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും അപ്പിയർ ചെയ്യുകയാണ്, നമുക്കങ്ങനെ കാണപ്പെടുകയാണ്. അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ ഫോക്കസ് ഓഫ് ദി സെയിം സൈഡ് ഓഫ് ദി ലെൻസ്. ലെൻസിൻ്റെ സെയിം സൈഡിലെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. റൂൾ 3 എന്ന് പറയുന്നത് എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഒരു ലൈറ്റ് റേ പാസസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷന് ശേഷം അതെന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്നു. ഫോക്കസിൽ കൂടി കടന്നു വരുന്നവൻ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്നു. നേരെ തിരിച്ചുള്ളത് നമ്മൾ ഇച്ചിരി കണ്ടതാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്നവൻ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. ഇനി കോൺകേവിൻ്റെ കേസ് നോക്കിയാലോ. എ റേ ഓഫ് ലൈറ്റ് ഗോയിങ് ടുവേഴ്സ് ദ ഫോക്കസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ബിക്കംസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. എ റേ ഓഫ് ലൈറ്റ് ഗോയിങ് ടുവേഴ്സ് ദ ഫോക്കസിലേക്ക് വരുന്ന ഒരു റേ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഫോക്കസിലേക്ക് വരുന്ന പോലെ നമുക്ക് തോന്നുന്നേ ഉള്ളൂ, അവിടുന്ന് അത് റിഫ്രാക്റ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും. ഈ 3 റൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ റൂൾസ് വെച്ചുകൊണ്ടാണ് നമുക്ക് മറ്റ് കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഉള്ളത്. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റിനറ്റ് ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നിട്ട് ഫോക്കസിനകത്ത് അത് എന്ത് ചെയ്യുന്നു? ഒത്തുചേരുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്. പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് അറ്റ് F2-ലാണ്, അതായത് റൈറ്റ് സൈഡിലായിട്ടുള്ള ഫോക്കസിലാണ് കാണുന്നത്. ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ഹൈലി ഡിമിനിഷ്ഡ്. പോയിൻ്റ് സൈസാണ്, ഹൈലി ഡിമിനിഷ്ഡ് ആണ് അതിൻ്റെ ഇമേജ് എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ പൊസിഷൻ ഓഫ് ദി ഇമേജ് F2-ലാണ്, ഫോക്കസിലാണ് കിട്ടുന്നത്. ഇമേജ് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. സെയിം സൈസ് ഓഫ് ദി ഇമേജ് ആണ്, ഹൈലി
സൈസ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് ഹൈലി ഡിമിനിഷ്ഡ് ആണ്, പോയിൻ്റ് സൈസാണ്. ഒബ്ജക്റ്റ് ബിയോണ്ട് 2F, 2Fന് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിററിനകത്ത് പഠിച്ചപ്പോഴത്തെ സി തന്നെയാണ് ഇവിടുത്തെ 2F ആയിട്ട് എടുക്കുന്നത്. അപ്പം ഫോക്കസിൻ്റെ ഇരട്ടി ദൂരം എന്ന് വെച്ചിട്ടാണ് 2F ആയിട്ട് എടുക്കുന്നത്. 2Fൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് നമ്മളൊരു റേ വരയ്ക്കുന്നു, അത് ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി അടുത്തത് വരയ്ക്കുന്നു. അപ്പോൾ അവ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്നത് Fനും 2Fനും ഇടയ്ക്കാണെന്നുള്ളത് നമുക്ക് കിട്ടാനായിട്ട് മനസ്സിലാവും. പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് ബിറ്റ്വീൻ F2 ആൻഡ് 2F2. F2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റൈറ്റ് സൈഡിലേക്കുള്ളത് F2 ആയിട്ട് എടുക്കുന്നു, ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് F1 ആയിട്ട് എടുക്കുന്നു. അപ്പം ഇമേജ് കിട്ടുന്നത് ബിറ്റ്വീൻ F2 ആൻഡ് 2F2. എഫിൻ്റെ ഇരട്ടിയാണ് 2F എന്നുള്ളത് ഓർക്കുക. ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ ഇമേജാണ്, ഇൻവേർട്ടഡ് ആണ്. റിയൽ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ നമുക്ക് കിട്ടുന്ന ഇമേജാണ്. സൈസ് ഓഫ് ദി ഇമേജ് ഈസ് സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും കുറവായിരിക്കും. ഡിമിനിഷ്ഡ് ഇമേജാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഓർക്കുക. ഡിമിനിഷ്ഡ് ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. ഒബ്ജക്റ്റ് ബിയോണ്ട് 2F ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ബിറ്റ്വീൻ F ആൻഡ് 2Fലാണ് ഇമേജ് കിട്ടുന്നത്. അത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റ് അറ്റ് 2F. ഒബ്ജക്റ്റ് 2Fൽ വെക്കുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റിൽ 2Fൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് റേ വരയ്ക്കുന്നു, അത് ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. രണ്ടാമത് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി നമ്മൾ റേ വരയ്ക്കുന്നു, അവ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്നത് 2Fലാണ്. അപ്പം പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് അറ്റ് 2F2. പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് അറ്റ് 2F2. ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. സൈസ് ഓഫ് ദി ഇമേജ് ഈസ് സെയിം അസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് തന്നെയാണ് ഇമേജിന് കിട്ടുന്നത്. 2Fൽ വെച്ച് കഴിയുമ്പോൾ 2F2 തന്നെ കിട്ടുന്നു. നമ്മുടെ മിററുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അവിടെ സിയിൽ വെക്കുമ്പോൾ അറ്റ് സി തന്നെയായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, സെയിം സൈസായിരുന്നു. അതേ ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. 2F2ൽ വെക്കും 2F1ൽ വെച്ച് കഴിയുമ്പോൾ 2F2ലാണ് നമുക്ക് കിട്ടുന്നത്. 2F2ൽ കിട്ടുന്നത് അത് സെയിം സൈസ് തന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് റിയലാണ്, നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്നതാണ്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് 2F. Fനും 2Fനും ഇടയിൽ നമ്മൾ ഇമേജ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് നമ്മൾ ഫസ്റ്റിലെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടൊരു റേ പോകുന്നു, ആ റേ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി അടുത്ത റേ കടത്തിവിടുന്നു. ഇവ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്നത് 2Fനും അപ്പുറത്തൊരു പോയിന്റിലാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്, പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് ബിയോണ്ട് 2F2. ബിയോണ്ട് 2F2, 2F2നും അപ്പുറത്തൊരു പോയിന്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയലാണ്, ഇൻവേർട്ടഡ് ആണ്. സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ലാർജർ ദാൻ ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനേക്കാളും ലാർജർ ആയിട്ടുള്ളൊരു ഇമേജാണ് കിട്ടുന്നത്. മാഗ്നിഫൈഡ് ഇമേജാണ് ഇവിടെ കിട്ടുന്നത് എന്നുള്ളത് ഓർക്കുക. മാഗ്നിഫൈഡ് ഇമേജാണ് അവിടെ കിട്ടുന്നത്. ഒബ്ജക്റ്റ് അറ്റ് F ഫോക്കസിൽ വയ്ക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നേരെ നമ്മൾ സെയിം രീതിയിൽ തന്നെ എടുക്കുന്നു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് റേ പോകുന്നു, അത് ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. സെക്കൻഡ് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി കടന്നു പോകുന്നു. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവ ഒരിടത്തും കൂട്ടിമുട്ടുന്നില്ല, അവരങ്ങോട്ട് നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്, പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റിയിലാണ് കിട്ടുന്നത്. അറ്റ് ഫോക്കസിൽ വെച്ച് കഴിഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റിയിലാണ് കിട്ടുന്നതെന്നുള്ള കാര്യം മിററിൻ്റെ കേസിൽ നമുക്കറിയാമല്ലോ. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ വരുന്നത്. പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയലും ഇൻവേർട്ടഡുമാണ്. സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ്. ഹൈലി മാഗ്നിഫൈഡ് ആണ്. ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനേക്കാളും വളരെ വലുതാണ്. റിയലാണ്, ഇൻവേർട്ടഡ് ആണ്. പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റിയിലാണ് ഇമേജ് കിട്ടുന്നത്. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിലാണ് ഇമേജ് വെച്ചിരിക്കുന്നതെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നമ്മളിവിടെ വരുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേ കോൺകേവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. കോൺകേവിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു കോൺവെക്സ് ആയിരുന്നു. ഇവിടെ കോൺകേവ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് റിഫ്രാക്ഷൻ സംഭവിച്ചു പോകുന്നു. പക്ഷേ
ഒരു പോയിന്റിലേക്ക് അത് അപ്പിയർ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. കോൺവെക്സിനകത്തെല്ലാം റൈറ്റ് സൈഡിലായിരുന്നു ഇമേജ് കിട്ടിയിരുന്നതെന്ന് ഓർക്കണം. ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. വെർച്വലാണ്, ഇറക്റ്റാണ്, മിഥ്യാപ്രതിബിംബമാണ്, പക്ഷെ നിവർന്ന പ്രതിബിംബമാണ്. സൈസ് ഓഫ് ദി ഇമേജ് ഈസ് സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ്, ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ലെൻസ്. കോൺകേവിൻ്റെ 2 കേസാണുള്ളത്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ലെൻസ്, ഇൻഫിനിറ്റിക്കും ലെൻസിനും ഇടയ്ക്ക് ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ അത് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്ന പറയാം. റിഫ്രാക്ഷന് ശേഷം പോകുന്നു, പക്ഷേ ഒരു പോയിന്റിൽ നിന്നും വരുന്നതായിട്ട് തോന്നുന്നു. ആ പോയിന്റിനാണ് നമ്മൾ ഫോക്കസ് എന്ന് പേര് കൊടുക്കുന്നത്. പിന്നെ ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന അടുത്ത റേ നമ്മൾ വരച്ചിരിക്കുന്നു. അവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്താണ് എന്ത് വരുന്നത്, ഇമേജ് നമുക്ക് കിട്ടുന്നത്. റെഡ് കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഇമേജ്, അത് മുകളിലേക്കാണ്. പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് ബിറ്റ്വീൻ F1 ആൻഡ് ലെൻസ്. ഫോക്കസിനും ലെൻസിനും ഇടയിലായിട്ടാണ് നമുക്കിവിടെ ഇമേജ് കിട്ടുന്നത്. ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്, മിഥ്യാപ്രതിബിംബമാണ്. അതുപോലെ തന്നെ ഇറക്റ്റാണ്, നിവർന്ന ഒരു പ്രതിബിംബമാണ് നമുക്ക് കിട്ടുന്നത്. സൈസ് ഓഫ് ദി ഇമേജ് ഈസ് സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനേക്കാൾ സ്മോളർ ആയിട്ടുള്ളൊരു സൈസാണ് ഇമേജിന് കിട്ടുന്നത്. ഇനി നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകതകളെല്ലാം കൂടി ഒന്ന് നോക്കാം. അറ്റ് ഇൻഫിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് കിട്ടുന്നത് അറ്റ് ഫോക്കസ് F2. ഫോക്കസ് F2ലാണ് നമുക്ക് കിട്ടുന്നത്. ഫോക്കസ് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ അറ്റ് ഫോക്കസിലാണ് കിട്ടുന്നത്. ഇത് തന്നെയായിരുന്നു നമ്മൾ കോൺവെക്സ് മിററിൻ്റെ കേസിലും പറഞ്ഞത്. ബിയോണ്ട് 2F1, ബിയോണ്ട് 2F1, F1 ഉദ്ദേശിക്കുന്നതെല്ലാം ലെഫ്റ്റ് സൈഡിലേതാണെന്നും F2 ഉദ്ദേശിക്കുന്നതെല്ലാം റൈറ്റ് സൈഡിലേതാണെന്നും ഓർത്തിരിക്കുക. ബിയോണ്ട് 2F1 എന്ന് പറയുമ്പം 2F എന്നുള്ളത് നമ്മുടെ മിററിൻ്റെ കേസിലെ C തന്നെയായിരുന്നെന്ന് ഓർക്കുക. അപ്പം ഇവിടെ നമ്മൾ ലെൻസിൻ്റെ കേസിൽ വരുമ്പോൾ അത് 2F എന്നാണ് പറയുന്നത്. അപ്പം 2F2വിലുള്ളത് 2F1ൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് ബിറ്റ്വീൻ F2 ആൻഡ് 2F2 ആണ്. ബിറ്റ്വീൻ F2 ആൻഡ് 2F2 എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ F ആൻഡ് സിക്കും Fനും ഇടയിൽ കിട്ടുന്നത് പോലെയാണ് നമുക്ക് വരുന്നത്. അറ്റ് 2F1 വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2F2ലാണ് നമുക്ക് കിട്ടുന്നത്. ഫോക്കസിൽ തന്നെയാണ് കിട്ടുന്നത്. ബിറ്റ്വീൻ F1 ആൻഡ് 2F1, F1നും 2F1നും ഇടയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫോക്കസിനും സിക്കും ഇടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ബിയോണ്ട് 2F2 ആയിരിക്കും. 2F2നും അപ്പുറമായിരിക്കും. 2F2 എന്ന് പറഞ്ഞത് റൈറ്റ് സൈഡിലുള്ളതാണെന്ന് ഓർക്കുക. ബിയോണ്ട് 2F2 ആയിരിക്കും. അറ്റ് ഫോക്കസിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും കിട്ടുന്നത്. അറ്റ് ഇൻഫിനിറ്റി വെക്കുന്നത് അറ്റ് ഫോക്കസിൽ കിട്ടുന്നു. അറ്റ് ഫോക്കസിൽ വെക്കുന്നത് അറ്റ് ഇൻഫിനിറ്റിയിൽ കിട്ടുന്നു. ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെൻറ്ററിന് ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ലെൻസ് ആസ് ദ ഒബ്ജക്റ്റ്. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞാണ്. ഹൈലി ഡിമിനിഷ്ഡ്, അത് പോയിൻ്റ് സൈസാണ്. ഡിമിനിഷ്ഡ്, സെയിം സൈസ്. എൻലാർജ്ഡ്, ഹൈലി എൻലാർജ്ഡ്. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് ഇത് പോകുന്നതെന്ന് ഓർക്കുക. പിന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് എല്ലാം. ലാസ്റ്റത്തെ മാത്രം വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഇനി കോൺകേവ് ലെൻസിൻ്റെ കേസിനകത്ത് നോക്കുവാണെങ്കിലോ, പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജ് കിട്ടുന്നത് ഫോക്കസിലായിരിക്കും. അത് ഹൈലി ഡിമിനിഷ്ഡ് ആണ്, പോയിൻ്റ് സൈസാണ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെൻറ്ററിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ബിറ്റ്വീൻ ഫോക്കസ് F1 ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ O ആണ്. നമുക്ക് ഇൻഫിനിറ്റിക്കും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിലായിരിക്കും. ഡിമിനിഷ്ഡ് ആണ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് പ്രതിബിംബമാണ് നമുക്ക് അവിടെ കിട്ടുന്നതെന്ന് ഓർക്കുക. കോൺകേവ് ലെൻസിന് ഈ 2 കേസുകളാണ് നമ്മൾ സാധാരണയായിട്ട് നോക്കുന്നത്. കോൺവെക്സ് ലെൻസിനായിട്ട് 6 കേസുകളുണ്ടെന്നുള്ളത് ഓർക്കുക. മിററിൻ്റെ പോലെ 6 കേസുകൾ കോൺവെക്സിനുണ്ട്. കോൺകേവിന് 2 കേസുകളേ ഉള്ളൂ എന്നുള്ള ഓർത്തിരിക്കുക. നെക്സ്റ്റ്, യൂസസ് ഓഫ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? നമ്മുടെ ഐയിലുള്ള ലെൻസ് എന്ന് പറയുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പെക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഉപയോഗിക്കുന്നുണ്ട്. കോൺവെക്സ് ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഷോർട്ട് സൈറ്റ് വരുന്ന സമയങ്ങളിലാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക.
ക്യാമറയ്ക്കകത്ത് കോൺകേവും കോൺവെക്സും മാറി മാറി തൊട്ടടുത്തടുത്തായിട്ട് ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് വെക്കുന്നുണ്ട്. മൈക്രോസ്കോപ്പിനകത്ത് നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. മാഗ്നിഫയിങ് ഗ്ലാസ്സിനകത്ത് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഐക്കകത്ത്, സ്പെക്സിനകത്ത്, ക്യാമറയ്ക്കകത്ത്, മൈക്രോസ്കോപ്പിനകത്ത്, മാഗ്നിഫയിങ് ഗ്ലാസ്സിനകത്ത് എല്ലാം നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ യൂസസ് ഓഫ് കോൺവെക്സ് ലെൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് യൂസസ് ഓഫ് കോൺകേവ് ലെൻസ്. അതുപോലെ തന്നെ സ്പെക്സിനകത്തുണ്ട്. ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് മാറി മാറി കോൺവെക്സും കോൺകേവും ഉപയോഗിക്കും. അതുപോലെ തന്നെ ക്യാമറയ്ക്കകത്ത് ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡോറിലൊക്കെയുള്ള കീ ഹോൾ ഉണ്ടല്ലോ, കീ ഹോളിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസാണ്. അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റിൽ ഉപയോഗിക്കുന്നതും കോൺകേവ് ലെൻസാണ്. ഫ്ലാഷ് ലൈറ്റിൽ ഉപയോഗിക്കുന്നതും കോൺകേവ് ലെൻസാണ്. അപ്പം കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും യൂസസ് ഓർത്തിരിക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് ഉള്ളതാണ്. ഇപ്പോൾ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പ്രധാന ടോപ്പിക്കുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നോട്ട് എഴുതിയെടുത്ത് ഫിഗറെല്ലാം വരച്ച് എടുത്ത് പഠിക്കുക. ക്ലാസ് നിരീക്ഷിച്ച് എല്ലാം മനസ്സിലാക്കി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്നേഹപൂർവ്വം നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ ആ വീഡിയോകളെല്ലാം കണ്ട് പഠിക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കട്ടെ.